1 go. Exciting people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ ദേ നമ്മുടെ ബാക്കിൽ ഇരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ഹുസ്ക്വർണ സ്വാറ്റ് പ്ലെയിൻ 401 കേട്ടോ, 401. അതായത് നമ്മുടെ ഏറ്റവും പുതിയ 390യുടെ എഞ്ചിനിൽ, ആ ഒരു എഞ്ചിനിലാണ് ഈ ഒരു വണ്ടി അവർ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല വ്യത്യാസമുണ്ട്, സൈസൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാട്ടോ നമ്മുടെ വണ്ടി, ഇതാണ് ആ വണ്ടിയുടെ ലുക്ക്. ഭയങ്കര രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ. 250 ഇറങ്ങിയപ്പോഴും നല്ല അടിപൊളി ലുക്കോടെയാണ് ഇറങ്ങിയത്. പക്ഷേ കുറച്ചും കൂടി ചെറിയ വണ്ടിയായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ആ 390യുടെ അതേ സൈസ് ആയിട്ട്. കാര്യം ഇതിൻ്റെ ഈ ഒരു താഴ്ഭാഗം നോക്കിയത്, ഇത്രയും ഭാഗം നോക്കിയാൽ ഫുള്ള് 390 ആട്ടോ. കാര്യം എൻജിൻ സൈഡ്, ഷാസി മൊത്തം അവിടെ ഹുസ്ക്വർണയുടെ ഒരു ലോഗോ വന്നിട്ടുണ്ട്, ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൈഡിലും നമുക്ക് കാണാം. ബട്ട് ബാക്കിയൊക്കെ നോക്കിയാൽ പുതിയ 390യുടെ എന്താണോ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാം. പുതിയ സ്വിങ്ങാമും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം വലിയൊരു LED ഹെഡ് ലാമ്പ്സ് വിത്ത് DRLs ഓണാക്കി കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടോ, ഇതാണ് വലിയ ഹെഡ് ലാമ്പാണ്. അതുകൂടാണ്ട് നമുക്ക് സസ്പെൻഷൻ നോക്കുമ്പോൾ ആ സെയിം അഡ്ജസ്റ്റബിൾ 5 ക്ലിക്ക് സസ്പെൻഷൻ, നമ്മൾ കംപ്രഷൻ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സസ്പെൻഷനാണ്. നമ്മൾ 390 കണ്ടുവന്നേക്കുന്ന സെയിം സസ്പെൻഷൻ തന്നെ ഇവിടെ കൊടുത്തേക്കണം. പിന്നെ ഇത് മെയിൻ കാര്യം ചെയ്തൊരു സ്പോക്ക് വീൽസ് ആട്ടോ വന്നേക്കണേ. പിന്നെ 320mm ഡിസ്ക് ബ്രേക്കാണ് വിത്ത് സ്പോക്ക് വീൽസ്. ട്യൂബ്ലെസ് ടയേഴ്സ് അല്ല, ട്യൂബ് ടയേഴ്സാണ്. പക്ഷേ സ്പിറലി റാലി STR ടയേഴ്സാണ് ഇതിൽ കൊടുത്തേക്കണേ. അടിപൊളി ടയറാണ്, ഒരു രക്ഷിതാത്ത ടയറാണ്. പിന്നെ നമ്മുടെ എഞ്ചിൻ നോക്കുമ്പോൾ സെയിം ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് 398.63cc നമ്മുടെ ലിക്വിഡ് കൂൾ 390യുടെ എഞ്ചിൻ. സെയിം ട്യൂൺ തന്നെയാണ്, ട്യൂണിങ്ങിനൊന്നും ഒരു വ്യത്യാസമില്ല. 46 PS 39 Nm ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കണം. അണ്ടർവെലി എക്സോസ്റ്റും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷനും ഓഫ് സെറ്റാണ്, ഒരു മോണോഷോക്ക് സസ്പെൻഷൻ. ഇവിടെ നമുക്ക് പ്രീലോഡും കംപ്രഷനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയൻസ് നോക്കുമ്പോൾ ഇതിന് 177mm ആണ്, നമ്മുടെ 390ക്ക് 183mm ആണ്. അപ്പോൾ ചെറിയ ഗ്രൗണ്ട് ക്ലിയൻസ് ഇതിന് കുറച്ച് കുറവാണ്, ബട്ട് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയൻസ് ഉണ്ട്. താഴെ ഒരു മെറ്റലിൻ്റെ പ്ലേറ്റും അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിയറിൽ നോക്കുമ്പോൾ നമുക്ക് 240mm ഡിസ്ക് ബ്രേക്ക് വിത്ത് നമുക്ക് സൂപ്പർ മോട്ടോ ABS ഉണ്ട്. റിയറിൽ ABS നമുക്ക് ഓഫ് ചെയ്യാം. ബാക്കിലും നമുക്ക് ആ പുള്ളിയുടെ 150 സെഷൻ ടയേഴ്സാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക കേട്ടോ. റിയറിലേക്ക് നോക്കാൻ പോയാൽ നമ്മുടെ ഏറ്റവും വ്യത്യാസം വന്നേക്കുന്നത് ആ ടെയിലാണ്. ഇത് പക്ക 390യുടെ അതേ ടെയിലാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഇതിൻ്റെ നമ്മുടെ ഹുസ്ക്വർണയുടെ തന്നെയാണ്. ബട്ട് ആ ടെയിൽ 390യുടെ വെച്ചു. അത് അവർ വേണ്ടായിരുന്നു. കാര്യം ഇവിടം വരെ ആയിരുന്നു പണ്ട് ആ ടെയിൽ ഉണ്ടായിരുന്നത്. ബാക്കി ഒരു ഹഗ്ഗർ പീസായിരുന്നു, അതിലായിരുന്നു നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും നമ്പർ പ്ലേറ്റും വന്നത്. അതുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായതിനെ വണ്ടി ആ ബാക്കിൽ നിന്ന് കാണാൻ നല്ല രസമായിരുന്നു. ബട്ട് ഇത് നമുക്ക് ആ 390യിൽ കണ്ടുവന്ന അതേ വലിയൊരു ഒരു മഡ് ഗാർഡ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ സൈഡിലൊക്കെ ആകുമ്പോൾ ചെറിയൊരു സാരി ഗാർഡ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗിയർ ബോക്സ് അല്ലേ, 6 സ്പീഡ് ഗിയർ ബോക്സ്, സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാണ് ക്വിക്ക് ഷിഫ്റ്റർ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ഉള്ള ഒരു മോഡലാണ്, നമുക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാം. അതുകൊണ്ട് ട്രാക്ഷൻ കൺട്രോളും നമുക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സീറ്റിൻ്റെ ലെങ്ത് ഒക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. വലിയ സീറ്റ്, വൈഡ് ആയിട്ടുള്ള സീറ്റാണ്, പില്യൻ സീറ്റ്, അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഗ്രാബ് റെയിലും അവർ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ വണ്ടി നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ സ്പോക്ക് വീൽസിൻ്റെ അറ്റം ആ ഒരു നമുക്ക് ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു ക്രോം കളർ അല്ലെങ്കിൽ ഒരു തിളങ്ങുന്ന, ബാക്കി ഫുൾ ബ്ലാക്കാണ് വീൽസ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഇതിന് ശരിക്കും ഒരു കൊടുത്തിട്ടുണ്ട്. ഒരു ശരിക്കും സ്ട്രീറ്റ് ബൈക്ക് എന്നുള്ള രീതിയിലാണ് അവർ ഈ പ്രാവശ്യം ഈ ഒരു വണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നേക്കണം. നേരത്തെ അത് തന്നെയായിരുന്നു, ബട്ട് സ്റ്റിൽ നമ്മുടെ സ്വിച്ച് ഗിയേഴ്സൊക്കെ നോക്കാൻ പോയാൽ അതേ നമ്മൾ 390 പുതിയ 390 വന്നേക്കണം അതേ സ്വിച്ച് ഗിയേഴ്സ്, അതേ ക്വാളിറ്റി. സ്ക്രീനും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ഈ ഇൻ്റർഫേസ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ 390നെക്കാട്ടും. ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഇതിന് മോഡ്സ് ഒന്നുമില്ല, ഒറ്റ മോഡേ ഉള്ളൂ, സ്ട്രീറ്റ് മോഡ് മാത്രമേ ഉള്ളൂ. കിൽ സ്വിച്ചും നമ്മുടെ സെൽഫും ഒറ്റ മോഡ് മാത്രമേ ഉള്ളൂ, സ്ട്രീറ്റ് മോഡ് മാത്രമേ ഉള്ളൂ. ഇത് ABS സൂപ്പർ മോട്ടോ ഉണ്ട്, ABSന് സൂപ്പർ മോട്ടോ മോഡ് ഉണ്ട്. അതുകൊണ്ട് റൈഡ് മോഡ് നമുക്ക് സ്ട്രീറ്റ് മോഡ് മാത്രമേ ഉള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഭാവിയിൽ ചിലപ്പോൾ ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി വന്നാലായി. പിന്നെ ABS, ട്രാക്ഷൻ കൺട്രോൾ, ഈസി ഷിഫ്റ്റ് അതായത് ക്വിക്ക് ഷിഫ്റ്റർ. പിന്നെ ഈ ഇൻ്റർഫേസ് നമുക്ക് മാറ്റാം. മിനിമലിസ്റ്റിക് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ തന്നെ കാണിക്കും സ്ട്രീറ്റ് മോഡ് ABS ഏതാണ്, നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ആണോ അല്ലയെന്ന്. ഇവിടെ കൂളൻ ടെമ്പറേച്ചർ, ഫ്യൂവൽ, നമ്മുടെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ടൈം, ഇവിടെ വാർണിംഗ് സിമ്പിൾസ് ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. സ്പീഡ് കൺട്രോൾ ഉണ്ട് കേട്ടോ, അതായത് നമുക്ക് സ്പീഡിൽ നമുക്ക് ലോക്ക് ചെയ്താൽ അതിൻ്റെ മേളിലേക്ക് വണ്ടി പോകില്ല. നമ്മൾ 390 കണ്ടതെന്ന് വെച്ചാൽ ലോഞ്ച് കൺട്രോൾ ഇല്ല. പിന്നെ അതുകൂടാണ്ട് ഇതിന് നമ്മുടെ IMU സെൻസർ ഇല്ല. അപ്പോൾ നമ്മുടെ കോർണറിങ് ABSും സെൻസിങ് ട്രാക്ഷൻ കൺട്രോൾ ആ രണ്ടും ഇതിനകത്തില്ല. ആ IMU ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടിമേ കയറിയിരിക്കാം. വണ്ടിമേ കയറിയിരിക്കുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. വണ്ടിയുടെ വെയിറ്റ് 171 kg ആണ്. പുതിയ ഡ്യൂക്ക് 168 kg ആണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. സീറ്റ് നോക്കാൻ പോയാൽ 820mm ആണ്. പക്ഷേ എനിക്ക്
ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ട് എന്ന് വേണേൽ പറയാം കേട്ടോ. കാര്യം എൻ്റെ ഹൈറ്റ് 5'6" ആണ്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ടാണ്. പിന്നെ വെയിറ്റ് അങ്ങനെ കാര്യങ്ങളോ അങ്ങനെ തോന്നില്ല. നമ്മൾ എന്തെങ്കിലും ചരിച്ച് വെച്ച് എടുത്താലും നമുക്ക് ഭയങ്കര ഈസിയാണ്. പിന്നെ ഹാൻഡിൽ ബാർ ആയാലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസാണ്. ടാങ്ക് കപ്പാസിറ്റി അവർ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ 9.5 ലിറ്റേഴ്സ് ആയിരുന്നു, ഇപ്പോൾ 13.5 ലിറ്റേഴ്സ് ആക്കിയിട്ടുണ്ട്. ബട്ട് 390ക്ക് 15 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക്. അപ്പോൾ ഞാൻ എക്സോസ്റ്റ് നോട്ടും കൂടെ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. സെയിം സൗണ്ട്. Our ride starts with a small off-road. നമ്മൾ ട്രാക്ഷൻ കൺട്രോളും റിയർ ABSും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വി ആർ ഗോയിങ്. ഇവിടെ ചെറിയൊരു ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ട് എഴുന്നേറ്റിരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുനിഞ്ഞ് ഹാൻഡിൽ ബാർ നല്ല ഹൈറ്റ് വേണം. ഞാനിപ്പോൾ സ്റ്റോക്ക് ഹാൻഡിൽ ബാറിൽ നിന്ന് കുറച്ചും കൂടെ പൊക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ റാലി STR, ചെളി കയറിയ റാലി STR സ്ലിക്ക് ടയർ ആവും, അത് വേറെ കാര്യം. പക്ഷേ കൊള്ളാം. പക്ഷെ കുറച്ച് പവർ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ടോർക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണമായിരുന്നു നമ്മുടെ വണ്ടിക്ക്. നമുക്ക് അതുവഴിയാണ്. അത് ഞാനൊന്ന് പെട്ടതാണ് ആ കാണുന്നത്. നമുക്ക് ഇതുവഴി പോവാം. ഇവിടെ നമ്മൾ പോയി റെഡിയായി. അപ്പോൾ കണ്ടോ, ഇങ്ങനത്തെ ചെറിയ ഓഫ് റോഡൊക്കെ പോകാൻ നൈസാട്ടോ വണ്ടി. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. അപ്പോൾ ആ സസ്പെൻഷൻ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട സംഭവം സെറ്റപ്പ് ആവും. അപ്പോൾ ഞാൻ നമ്മുടെ ആശാന് ഒരു കുപ്പി വെള്ളവും ബാഗ് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ അതേ നമ്മുടെ ഹരിബ്രോയും കൂടെ ഉണ്ട്. അപ്പോൾ പോട്ടെ. യെസ്, അപ്പോൾ അവരവരുടെ റിവ്യൂ പരിപാടികളായിട്ട് തുടങ്ങണു. നമുക്ക് പോവാം. വരുന്നോ? തോക്ക എന്താണത്? ഓക്കെ, ഇനി നമുക്ക് പില്ലിയണ ഇരുത്തിയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്ന്. ടുകു സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. പിടിച്ചിരുന്നോടാ നിരഞ്ജ, എന്നെ മേത്ത് പിടിക്കരുത്. നീ വെറുതെ ഇരുന്നാൽ മതി, ഞാൻ കൊണ്ടുപോക്കോളാം. എൻ്റെ മേത്ത് പിടിച്ചാൽ എൻ്റെ ബാലൻസ് പോവും. നിന്നെ ഇരുത്തി കയറ്റട്ടെ? നീ വേണ്ട, ഇരുന്നോ. എന്നെ പിടിക്കരുത്, അത്രേ ഉള്ളൂ. പേടിക്കരുത്. ഓക്കെ, സോ ഫൈനലി ആർ ഓൺ റോഡ്സ്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് തുടങ്ങി. താങ്ക് യു അങ്കിൾ. അപ്പോൾ സസ്പെൻഷനൊക്കെ ഞാൻ ഫുൾ സോഫ്റ്റിലാണ് ഇട്ടേക്കണം കേട്ടോ. എഴുന്നേറ്റിരിക്കുമ്പോൾ ആ ഒരു ചെറിയൊരു ഇത് അങ്ങനത്തെ എഴുന്നേറ്റ് ഇന്ന് ഓടിക്കാൻ പറ്റിയതല്ല. ഇത് മെയിൻലി ഒരു ഏർബൺ റൈഡിന് പറ്റിയൊരു വണ്ടി എന്ന് വേണം പറയാം. പിന്നെ ചെറിയ ഓഫ് റോഡ്സൊക്കെ നമുക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സിറ്റി റോഡ്സൊക്കെ നല്ല രീതിയിൽ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ബാക്ക് സസ്പെൻഷനും നമുക്ക് റീലോഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതുകൂടാണ്ട് റീബൗണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ നല്ല റോഡായി. നമുക്ക് ഓഫ് റോഡൊക്കെ മാറിയപ്പോഴത്തേക്കും ഞാൻ കുറച്ചായിട്ട് സസ്പെൻഷൻ നമുക്ക് തന്നെ ചെയ്യാം. വലിയ ഇതൊന്നുമില്ല. പ്ലസ് മൈനസ് ഉണ്ട്. മൈനസ് ഇപ്പോൾ പ്ലസ് ഫുൾ സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ 3 ക്ലിക്സ് ഇട്ടു. അപ്പോൾ രണ്ടും സെയിം ആയിട്ട് ചെയ്യണം കേട്ടോ. കംപ്രഷനും റീബൗണ്ടും 3 ക്ലിക്സ് ഇടണം. അപ്പോൾ കുറച്ച് ഹാർഡാവും. ഫസ്റ്റ് തന്നെ റൈഡിങ് പൊസിഷൻ തുടങ്ങാം. ഞാൻ ഹാൻഡിൽ ബാർ സ്റ്റോക്കിനെക്കാട്ടും കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് ആക്കിയായിരുന്നു കേട്ടോ. കാര്യം അങ്ങനെ ആക്കിയാലേ എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നി. മറ്റേ ഹാൻഡിൽ ബാർ ഒരുമാതിരി തളർന്നിരിക്കുന്ന പോലത്തെ ഒരു ടൈപ്പായിരുന്നു. പിന്നെ ക്വിക്ക് ഷിഫ്റ്ററൊക്കെ സെയിം 390 വർക്ക് ചെയ്യണത് തന്നെ കണ്ടോ. ഭയങ്കര അടിപൊളിയായിട്ടാണ് കയറി പോണേ വണ്ടി. നല്ല രസമായിട്ട് കയറി പോകുന്നുണ്ട്. പഴയ 250യുടെ അത്രയൊന്നും വൈബ്രേഷൻ ഇതിൽ ഫീൽ ചെയ്യണില്ല. ബട്ട് 390നെക്കാട്ടും ഏകദേശം 390യുടെ ഒക്കെ തന്നെ വൈബ്രേഷൻസ് നമുക്ക് കൂടുതലും ഫുഡ് പെക്സിൽ നിന്നാണ് അടിക്കണത്. പിന്നെ പണ്ടത്തെ ഹുസ്കറിൻ്റെ വണ്ടികൾക്ക് ഈ പ്ലാസ്റ്റിക് പീസൊക്കെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല. പ്ലാസ്റ്റിക് പീസൊന്നും അത്രയ്ക്ക് നമുക്ക് വൈബ്രേഷൻ നല്ല ഹൈ RPM ആകുമ്പോൾ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണില്ല. ആകെ നമുക്ക് ആ ഹാൻഡിൽ ബാറിൻ്റെ സൈഡിൽ നല്ല ഹൈ RPM, പിന്നെ ഫുഡ് പെക്സ് ആണ് കൂടുതലും നമുക്ക് ആ ഒരു തരിപ്പ് വന്നത്. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ചെറിയ സൗണ്ടൊക്കെ എനിക്കിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ വണ്ടി ഇത്രയും പുതിയ വണ്ടി ആയതുകൊണ്ടും ഇത് നല്ല രീതിയിൽ പൊളിച്ചുകൊണ്ടും ആണോന്നും എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം ചില സമയത്ത് ഓരോരോ സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് അവിടെ പോയി ചോദിക്കണം ഇനി എന്തെങ്കിലും പറ്റിയതാണോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തൊക്കെയൊക്കെയോ സൗണ്ട് കേൾക്കാം എനിക്ക്. നിങ്ങൾ 390യും ഇതും തമ്മിൽ മെയിൻ വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ റൈഡിങ് പൊസിഷനാണ്. 390 കുറച്ചും കൂടെ അഗ്രസീവാണ്. ഇത് ഭയങ്കര
നമുക്ക് കംഫർട്ടബിൾ ആൻഡ് റിലാക്സ്ഡ് ആയിരുന്നു നമുക്ക് ഇതിൽ ഓടിക്കാൻ പറ്റും. സീറ്റൊക്കെ കംഫർട്ടബിൾ ആണ്, ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഡിസൈനൊക്കെ അവർ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ബൾക്കി ആയി വണ്ടി. ആ പഴയ 250 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ബൾക്കി ആയിട്ടുണ്ട്. ഹെഡ് ലാമ്പൊക്കെ വലുതാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കണ അവർ. ക്ലസ്റ്റർ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതിലവർക്ക് മോഡ് എന്താ കൊണ്ടുവരാത്തതെന്ന് എനിക്കറിയില്ല. കാര്യം സെയിം ആ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ സെയിം 390യുടെ അതേ ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ ആ ഇൻ്റർഫേസ് മൊത്തം മാറ്റി. പിന്നെ ആകെ സ്ട്രീറ്റ് മോഡ് മാത്രമേ ഉള്ളൂ. മോഡിൻ്റെ ബട്ടണൊക്കെ ഉണ്ട്, പക്ഷേ മോഡ് മാറ്റാൻ പറ്റില്ല. പിന്നെ സ്പീഡ് ലിമിറ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. ലോഞ്ച് കൺട്രോൾ ഇല്ല. പിന്നെ കോർണറിങ് ABS കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. ഇതും 390 തമ്മിലുള്ള വില വ്യത്യാസം എന്ന് പറയുമ്പോൾ 2,90,000 ഇതിൻ്റെ പ്രൈസ് എങ്കിൽ 390യുടെ പ്രൈസ് 3,10,000 എക്സ് ഷോറൂം പ്രൈസ് വന്നേക്കണേ. അപ്പോൾ അത്രയും ഒരു വ്യത്യാസമാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. ക്വിക്ക് ഷിഫ്റ്റർ, അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റൊക്കെ അടിപൊളിയാണ്. ഗിയർ ബോക്സ് ഒക്കെ സെയിം തന്നെയാണ്. അവർക്കിതിൽ ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ അവർക്ക് റിയർ സ്പ്രോക്കറ്റ് ഒരു 2 ടീത്ത് എന്തെങ്കിലും കൂട്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഒരു ഇനീഷ്യൽ ടോർക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ട് ആ ഹുസ്ക്വർണയുടെ ആ ഒരു പവർഫുൾ ക്യാരക്ടർ ഇനീഷ്യൽ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഇത് കണ്ട കുറച്ച് RPM എത്തണം, ഒരു 4,000-5,000 RPM എത്തണം ആ വണ്ടി എന്നുള്ള പവർ നമുക്ക് കിട്ടാൻ. അപ്പോൾ സെയിം ആസ് ഡ്യൂക്ക് എങ്ങനെയായിരുന്നു അത് തന്നെ. ഡ്യൂക്കിനെക്കാട്ടും വെയിറ്റ് ഇതിനൊരു 4 കിലോ കൂടുതലാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ചെറിയൊരു കുറച്ചും കൂടെ ഒരു ഇനീഷ്യൽ പവർ, ഒരു അർബൻ റൈഡിങ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇനീഷ്യൽ ലോ RPM തന്നെ നമുക്ക് പവർ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വണ്ടി. കുറച്ചും കൂടെ ഒരു ക്യാരക്ടർ കുറച്ചൊന്ന് മാറിയാണ്. ഇതിപ്പോൾ ശരിക്കും കുറച്ച് കമ്മിറ്റഡായി ഇരിക്കുന്ന ഒരു 390 മാറിയിട്ട് നമുക്കൊരു കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു 390 കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഇതിവിടുത്തെ അവസ്ഥ. എനിക്ക് കൂടുതൽ സ്ട്രീറ്റ് ബൈക്സിനോടാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫൺ ടു റൈഡാണ്, നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. നമുക്കിട്ട് ഇങ്ങനെ എന്താ പറയുക, ട്രാഫിക്കൊക്കെ ഫിൽട്ടർ ചെയ്ത് ഒരു നല്ല രസം, നല്ല എൻഗേജിങ് ആയിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഓടിക്കാം. പിന്നെ എനിക്ക് ബ്രേക്സിൽ ഒരു ഇതുണ്ടായി. ബ്രേക്സ് ABS ഭയങ്കരമായിട്ട് കിക്കിങ് ചെയ്യണ്ടായി ഫ്രണ്ട് ബ്രേക്കിൽ. അത് നമുക്ക് ABS ആ ഒരു പെട്ടെന്ന് നമ്മുടെ ബ്രേക്സ് ഹാർഡായി പോകും. നമുക്ക് പിടിക്കാൻ പറ്റില്ല. നമുക്ക് പിടിച്ചാലും വണ്ടി ഭയങ്കര ബ്രേക്ക് ഹാർഡായി പോകും. അപ്പോൾ ജസ്റ്റ് ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒന്ന് കൂടും. അത് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ വണ്ടിക്ക് ഞാൻ വേറെ വണ്ടി ഓടിച്ചു, അതിന് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. പിന്നെ അടുത്തൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പോക്ക് വീൽസ് കേട്ടോ. സെയിം 17 ഇഞ്ച് വീൽസ് തന്നെയാണ്. ഇതിന് സ്പോക്ക് ആണെങ്കിൽ വിറ്റ്പിലിൻ 250 പുതിയത് ഇറങ്ങിയതിന് അതിന് നോർമൽ അലോയ് വീൽസ് ആണ്. അതുകൂടാണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിന് അലോയ് വീല് വേണം, സ്പോക്ക് വീല് ബുദ്ധിമുട്ടാണെങ്കിലും ഈ ടയേഴ്സ് നമുക്ക് ട്യൂബ്ലെസ് റെഡി ആട്ടോ. ഈ ടയർ എടുത്ത് നമുക്ക് അലോയ് വീലുള്ള വേർഷനിൽ ഇട്ടാലും നമുക്ക് ട്യൂബ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ട്യൂബ് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് ഇതിലും മെയിൻ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ആണ്. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഇതൊരു 13.5 ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. വേറാസ് ഇൻ ഡ്യൂക്ക് 308 15 ലിറ്റേഴ്സ്. പിന്നെ പഴയതിന് 9.5 ലിറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ കുറേ ചെറിയ ടാങ്കാന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി എല്ലാവർക്കും. അതിപ്പോൾ മാറ്റിയിട്ടുണ്ട് അവർ. അപ്പോൾ കുറച്ചും കൂടെ വലിയ ടാങ്ക് ആക്കിയിട്ട് മൈലേജ് ഇത് നമുക്കൊരു 25 to 30 റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ മാക്സിമം. അതിന് മേളിലേക്ക് നമുക്ക് കിട്ടാനൊരു ചാൻസും ഇല്ല. 25 to 30 ആ റേഞ്ചിൽ നമുക്ക് നോക്കാം. പിന്നെ ഹൈവേ ടൂറിങ് മാത്രമാണ് ഒരു ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 30-32 ആ ഒരു റേഞ്ചിൽ നമുക്ക് ചിലപ്പോൾ ഹൈവേ റൈഡ്സിനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതൊക്കെ ആ ഒരു റേഞ്ചിൽ നമുക്ക് മൈലേജ് വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഐ വുഡ് സേ ദ ഗിയർ ബോക്സ് സ്മൂത്ത്, ക്ലച്ച് ഫീൽ ഇസ് ഒരു ആവറേജ് മിഡ് റേഞ്ച് ക്ലച്ചാണ്. അത്ര സോഫ്റ്റർ, ഒരു ചെറിയ സോഫ്റ്റർ സൈഡിലേക്കെന്ന് വേണേൽ പറയാം. ബട്ട് ഹാർഡർ സൈഡിലേക്കല്ല, ഈസിയാണ്. നമുക്ക് ട്രാഫിക്കിലൊക്കെ ഓടിച്ചാൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പിന്നെ വണ്ടി റോട്ടിൽ കൂടെ പോകണതൊക്കെ ഭയങ്കര രസമാട്ടോ. നല്ല ആരായാലും ഒന്ന് നോക്കും ഇതെന്താ സാധനം പോകണേന്ന്. കാര്യം അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഡിസൈൻ. ഒരു ബോക്സി ഡിസൈനാണ് നമ്മുടെ ഹുസ്ക്വർണയുടെ വണ്ടികൾ. ഓവറോൾ നോക്കാൻ പോയാൽ എനിക്ക് ഇഷ്ടമായി വണ്ടി. നല്ല ഫൺ ടു റൈഡാണ്. പിന്നെ ഈ ചെറിയ വൈബ്രേഷൻസൊക്കെ പഴയതിനേക്കാളും നല്ല വ്യത്യാസമുണ്ട്. പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിലും 390യുടെ ഒരു പുതിയ എഞ്ചിൻ വന്നപ്പോഴത്തേക്കും പെർഫോമൻസിനും അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിറ്റ്പിലിൻ 250 ഞങ്ങൾക്ക് ഓടിക്കാൻ കിട്ടിയിട്ടില്ല. ഓൺലി സ്വാറ്റ്പിലിൻ മാത്രമേ നമുക്ക് ഓടിക്കാൻ കിട്ടിയിട്ടുള്ളൂ. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, നമ്മുടെ ഇത് റൈഡ് ബൈ വയർ കേട്ടോ. അപ്പോൾ ഓബിയസ്ലി 390 കണ്ട അതേ എല്ലാ സെറ്റപ്പും ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രേക്സ് ആയാലും 320 and 240 ഡിസ്ക്കാണ് ഫ്രണ്ടും ബാക്കും. അപ്പോൾ സൂപ്പർ മോട്ടോ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളും നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ടെക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തെല്ലാം വർക്ക് ആവുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ. അതൊക്കെ തന്നെ ഇത് എനിക്ക് വണ്ടിനെ പറ്റി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യം കുറച്ച് ദൂരം ഓടിച്ചിട്ടുള്ളൂ. എനിക്ക് 100 കിലോമീറ്റർ 100-130 കിലോമീറ്റർ റേഞ്ചിലായിരിക്കും വണ്ടി ഓടിച്ചേക്കണം. അത്ര സമയം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ ഓടിക്കാൻ. അപ്പോൾ അത് ഓടിച്ചിട്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. റേറ്റ് ചെയ്യാൻ പറഞ്ഞു 290
ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് തന്നെ. പുതിയ വിറ്റ്ബിലിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 220 വരും എക്സ് ഷോറൂം. 220 25. ഞാൻ കറക്റ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നിങ്ങളിത് ഒരു ഡെയിലി യൂസ് പറ്റിയൊരു 390 നോക്കുവാണെങ്കിൽ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം 390നെക്കാട്ടും കംഫർട്ട് എനിക്ക് ഇതിൽ തോന്നി. കാരണം കുറച്ച് അപ്രൈറ്റ് ആയിട്ടിരിക്കാം, അത്ര കമ്മിറ്റഡ് അല്ല. ലെഗ്സും നമുക്ക് അങ്ങനെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ടോട്ടലി നല്ല സ്പേസ് ഉണ്ട്. ഹൈറ്റ് കൂടിയ ആൾക്കാർക്കും ഇരിക്കാം, നല്ല ഈസി ആയിട്ടിരിക്കാം. സിറ്റി ഏർബൺ റൈഡിങ്ങിനൊക്കെ എന്തായാലും അടിപൊളി തന്നെ ഇരിക്കും ഈ റൈഡിങ് പൊസിഷനും. ഈ ഒരു വണ്ടിയുടെ ആ ഒരു ക്യാരക്ടർ കുറച്ചും കൂടെ വരാൻ എനിക്ക് ആ ഒരു ചെറിയ സ്പ്രോക്കറ്റ് 2 ടീത്തും കൂടെ കൂട്ടണമെന്ന് തോന്നിയായിരുന്നു. അത്രേ ഉള്ളൂ. അതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവരും റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ എന്തായാലും അപ്പോൾ അതുണ്ടാവും. അപ്പോൾ എല്ലാം ചെക്കൗട്ട് ചെയ്യുക. സോ യെസ്, അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സാധനം. മറ്റാരും നിങ്ങളുടെ സ്വന്തം ചാനൽ. ബൈ. പൊരി വെയിലത്താണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ വരുമോ ചേട്ടാ? So we have the Husqvarna 401, the Swattplane, and let's check the 0 to 100. I'm going to turn off the traction control. You have to keep press it, release, traction control is off. So let's check the 0 to 100. 3, 2, 1, go.